കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും. ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ യു ഷറഫ് അലിയെ കളത്തിലിറക്കി LDF. UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA ആര്യാടൻ ഷൗക്കത്ത് തന്നെയാകും. അൻവർ നഷ്ടപ്പെടുത്തിയ നിലമ്പൂരിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് M സ്വരാജിനെ കളത്തിലിറക്കിയിട്ടും വിജയിക്കാനാവാത്ത സാഹചര്യത്തിലാണ് യു ഷറഫ് അലിയിലൂടെ വീണ്ടും സ്വതന്ത്ര പരീക്ഷണത്തിന് LDF തയ്യാറായത്. ഷറഫ് അലി എത്തുന്നതോടെ ഇക്കുറി മത്സരത്തിന് സ്പോർട്സ്മാൻ സ്പിരിറ്റുമുണ്ടാവും. മണ്ഡലത്തിന് പുറത്തുനിന്നും പൊതുസ്വതന്ത്രൻ എന്ന പതിവ് ശൈലിയുടെ ആവർത്തനവുമായി CPM പ്രാദേശിക നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാത്ത യു ഷറഫ് അലിയുടെ സ്ഥാനാർത്ഥിത്വം പ്രതികൂലമാവില്ലെന്ന പ്രതീക്ഷയിലാണ് LDF. ഏറനാട്ടുകാരനായ അൻവറിലൂടെ LDF നേടിയിരുന്ന നിലമ്പൂർ തിരിച്ചുപിടിക്കുകയെന്ന ദൌത്യമാണ് ഏറനാട്ടുകാരനായ ഫുട്ബോൾ താരം ഷറഫ് അലിക്ക് LDF നൽകുന്നത്. 1996-ലും 2011-ലും ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച പ്രൊഫസർ M തോമസ് മാത്യുവിനെ പിന്തള്ളിയാണ് ഷറഫ് അലി എത്തുന്നത്. ഒരിക്കൽ കൂടി തോമസ് മാത്യുവിനെ പോരാട്ടത്തിനിറക്കാമെന്ന ചർച്ചകൾ സജീവമായി നിൽക്കെയാണ് യു ഷറഫ് അലിക്ക് നറുക്ക് വീഴുന്നത്. യുവജന വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ചെയർമാനും മുൻ ഫുട്ബോൾ ദേശീയ താരവുമായ യു ഷറഫ് അലിയെ കളത്തിലിറക്കാൻ CPM-ഉം തയ്യാറായത്. 2016-ൽ PV അൻവർ നേടിയ അട്ടിമറി വിജയം യു ഷറഫ് അലിക്ക് 2026-ൽ ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM. രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത യു ഷറഫ് അലിക്ക് UDF-ലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കാൻ കഴിയുമെന്നും നിലമ്പൂർ മണ്ഡലത്തിൽ നിലവിൽ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമുണ്ടെന്നും PV അൻവർ പിടിച്ച UDF LDF വിരുദ്ധ വോട്ടുകൾ ഷറഫ് അലിക്ക് നേടാനാകുമെന്ന പ്രതീക്ഷയുമാണ് ഷറഫ് അലിയെ രംഗത്തിറക്കിയ CPM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ കണക്കുകൂട്ടൽ. അതേസമയം നിലവിൽ മണ്ഡലത്തിൽ UDF-ന്റെ നില ഭദ്രമാണ്. 7 പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും UDF ഭരണസമിതികളാണ് നിലവിലുള്ളത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലും മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലും പ്രതിപക്ഷമില്ലാതെ UDF ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും UDF തന്നെ. അതിനാൽ തന്നെ ഇക്കുറി വലിയ വിജയമാണ് ആര്യാടൻ ഷൗക്കത്തും UDF-ഉം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.